തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും വീഴ്ചയെന്ന ആരോപണം. ആംബുലൻസിലെത്തിച്ച രോഗിക്ക് ഇന്നലെ വൈകുന്നേരം അരമണിക്കൂറോളം ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നെന്നാണ് ആരോപണം. രോഗികളുമായി 2 ആംബുലൻസുകൾ ആശുപത്രിക്ക് മുന്നിൽ കാത്തുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വലിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ 2 ആംബുലൻസുകളിലെത്തിയ രോഗികൾക്കാണ് ചികിത്സ ലഭിക്കാതെ പോയത്. അരമണിക്കൂറോളം അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികൾക്ക് കാത്തുകിടക്കേണ്ടി വന്നു. ഡ്രൈവർ ഉൾപ്പെടെ പലകുറി ആശുപത്രി ജീവനക്കാരെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാം മുറ പോലെ നടക്കുമെന്നായിരുന്നു മറുപടി. നമ്മളവിടെ ഒരു 10 മിനിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ പോയി പറഞ്ഞിട്ടടക്കം ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതായത് പേഷ്യന്റിനെ വണ്ടിക്കകത്ത് കയറ്റി, അത് ഒരു വണ്ടി മാത്രമല്ല, എൻ്റെ വണ്ടിക്ക് അപ്പുറത്ത് വേറെ വണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യന്റ് ഇറക്കാൻ വേണ്ടിയിട്ട്. അവിടെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ വേറെ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് വേറെ സജ്ജീകരണം ഉണ്ടാക്കണ്ടേ, അതിലെന്നെ ശരി. ആംബുലൻസിലെത്തിയ രോഗികൾക്ക് ചികിത്സ വൈകിയതിന്റെ ദൃശ്യങ്ങൾ ഡ്രൈവർ പ്രണവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതോടെ നിരവധി പേരാണ് തങ്ങൾക്കും സമാന അനുഭവമുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. കുന്നംകുളം പന്നിത്തടത്ത് അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവർക്ക് ഇന്നലെ ചികിത്സ വൈകിയിരുന്നു. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നതായിരുന്നു അധികൃതരുടെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് വീണ്ടും പരാതി ഉയർന്നത്. 24 തൃശൂർ.